എന്താ എനക്ക് ഒന്ന് നീച്ചേ വെജമ്മ തലവേദനയാണ് ആകപ്പാടൊരു പേടി. നോക്കി നോക്കി നിങ്ങൾ ഇങ്ങോട്ട് വന്നാണി. എന്താത്താവന് മോനോ എന്താത്താനക്ക് നീച്ചാവിടുന്ന് വെജപ്പാ. എന്ത് വെജാന്ന് ഫോണിന് നേരം വെളുക്കുന്നവരെ കണ്ണുകാണേ ഓനെ കണ്ണ് കണ്ടില്ല നിങ്ങള്. ഇവിടെ ആരോ ഉണ്ട്. ആര് എന്റെ ബാപ്പി അല്ലാതെ ആരാപ്പ അവിടെ ഇവിടെ ആരോ ഉണ്ട്. എന്താണ് ഇവിടെ ഒന്നും ആരുമില്ല. എവിടെ ഇവിടുത്തെ രണ്ട് ഇബിലീസുകള്? കുഞ്ഞോനെ കുട്ടിമാനെ എന്തേ പാപ്പ നോക്കി ഇത് കണ്ടങ്ങള് ഓൻ ഓരോ പിച്ചിയും പേയും പറയണ്. ഓൻ ഇങ്ങനെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ടേ. അല്ല അനക്കെന്താ പണി? നേരം വെളുത്ത പാതിരാകോളം അനക്കെന്താ പണി? ഇതിമ കുത്തിയും കളിച്ചും കുത്തിരിക്കലച്ച് നേരം വെളുക്കുന്നവരെ. ഞാനിങ്ങനെ നിങ്ങളെന്തിനാ ഓൻ അങ്ങനെ എന്നോട് ചൂടാണത്? നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടലുകൊണ്ടാണ് ഓൻ ഇങ്ങനെ ആയത്. അപ്പൊ നിങ്ങളോ? താറുക്കുത്തരം പറയണ അമുക്കേച്ച് എന്റെ ഫോണിന്ന് ഞാൻ ഫോണുമ്മ തൊട്ട് കളിച്ചാലേ എന്നാ നിങ്ങളെ ഫോണ് ഞാനും എത്തച്ച് കാട്ടുന്നത് മാറിക്കാകട്ടെ. എന്താ ശ്രദ്ധിക്കുക ഇവിടെ ഒച്ചയുംപുളി? മൂപ്പരിന്റെ ഫോൺ ഇട്ട് പൊടിച്ചേക്കേ നോക്കാണ് നിങ്ങള്. അതേതായാലും നന്നായി, അങ്ങനെയെങ്കിലും എൻ്റെ മോറൊന്ന് കാണാൻ പറ്റിയല്ലോ. നോക്കാച്ച് ഇന്റെ ചെറിയ ചെറുക്കനെ എന്താന്നറിയാതെ ഈ കിടപ്പ് കിടക്കുക. അതിനും വേണ്ടി ഇവനൊക്കെ വിളിച്ചെത്തിയപ്പോ ഓൻ അപ്പോഴും ഫോണും മക്കളിയാണ്. നോക്കണം നോട്ടം കണ്ടില്ല കുതിര പേരട്ടിക്കൊന്നാണ് കൊടുത്താക്കാണോ അവന്റെ. ഹൈ ഇങ്ങളൊന്ന് നിർത്തി, ഇവൻ എന്താ കുഴപ്പമെന്ന് നോക്കി. എന്ത് അതാപാണി വന്നിക്കണെന്നില്ല അറിയില്ല. സിദ്ദീഖില്ലേ ഇവിടെ? ആ അതാ അവിടെ. നിങ്ങൾ അന്ന് വന്ന ആൾക്കാരല്ലേ? നിങ്ങളെ പദ്ധതി കൊണ്ട് ഇപ്പം അങ്ങോട്ട് ചെല്ലില്ലേ? കാര്യം കുറച്ച് സീരിയസ് ആണ്. ഞങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ എന്നാ അങ്ങോട്ട് കയറി കൊടുക്കും. മിസ്റ്റർ സിദ്ദീഖ്, പൊന്നാര ചെങ്ങായാളെ നിങ്ങളെ പദ്ധതിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പോയി. മിസ്റ്റർ സിദ്ദീഖ്, ഞങ്ങൾ നിങ്ങൾ വിചാരിക്കും പോലെ സർക്കാരിന്റെ പദ്ധതിയുമായി വന്നവരല്ല. വി ആർ ഫ്രം സൈബർ സെൽ. അതിന് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പടകാര്യം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചില്ലേ ഒരു നമ്പറിനെ പറ്റി? അതിന്റെ ആളെ കിട്ടി. ഓ സമാധാനായി. ഇനിയിപ്പോ എന്താവോ? ആ നമ്പർ ഈ വീട്ടിലൊരാൾ ഉപയോഗിക്കുന്നുണ്ട്. ആണോ? ആരെ കജ്ജില്? ഇനിയിപ്പോ ആരെ കജ്ജിലാണെങ്കിൽ നിങ്ങൾക്ക് പത്താ. ആ നമ്പർ ഉപയോഗിച്ച് ഇവിടെ വലിയൊരു ക്രൈം നടന്നിട്ടുണ്ട്. ക്രൈം? ആ ക്രൈം എന്താന്നുള്ളത് ഇച്ചറിയാം. ആയ്മ പിടിച്ചേ നിങ്ങളിങ്ങനെ ആ നമ്പർ ഈ നമ്പർ എന്നൊക്കെ പറഞ്ഞാണ്ടേ നമ്മളെ പേടിപ്പിച്ചാൽ നിൽക്കുന്നു. ആ നമ്പർ ഉപയോഗിക്കുന്ന ആള് ആരാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാം. ഇതിപ്പോ എങ്ങനെ ഓന്റെ കയ്യിലെത്തിയത്? അവന്റെ കയ്യിലത് എത്തിയിട്ട് കുറെ കാലമായി അല്ലേടാ? മതി, ഒരു സിം എടുത്തതിനൊന്നും ഓനങ്ങള് പ്രതിയാക്കല്ലേ. സിം എടുത്തതല്ലടോ പ്രശ്നം. പിന്നെന്താ? ഓന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു, ഒരു ഫോണും വാങ്ങി. അതാണപ്പോ വലിയ തെറ്റ്? അതെ, അത് ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു പോകും. കഴിഞ്ഞില്ലേ, അതുകൊണ്ടില്ല പ്രശ്നം. ഇനി നിങ്ങൾ പോയിക്കോ. എന്താണ് സാറന്മാരെ പ്രശ്നം? അതിങ്ങനെ തീർന്നില്ലേ? അതങ്ങനെ തീരുന്ന ഒരു പ്രശ്നമല്ല. വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഫോണ്? എന്തിനാ? ഓൽക്കില്ല ക്ലാസ്സൊക്കെ പൈലല്ലേ നടക്കണത്. ഇഞ്ച കുട്ടി ഇഞ്ഞോട് അങ്ങനെ പറയല്. എന്ത് ക്ലാസ്? നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഇവരൊക്കെ എന്ത് ക്ലാസ്സാണ് ഇതിലൊക്കെ കാണുന്നതെന്ന്? നമ്മളിപ്പം ഇനി അതുകൂടി അന്വേഷിക്കാത്ത കുറവുള്ളൂ. എന്നാലേ
നിങ്ങളത് നോക്കിന്നെ വേണം. ആ പേരും പറഞ്ഞ് ഫോണിൽ നടക്കുന്നത് വേറെ പലതുമാണ്. എന്തായി സജീവേ, ആളെ പൊക്കിയില്ലേ? എന്ത് ആളെ പൊക്കെ? അതൊക്കെ ഇവിടെ പറഞ്ഞ് തീരുമാനമായിക്കണ്. സാറന്മാര് ചെല്ലിയും ഞങ്ങളിവിടുന്ന് പോകുന്നുണ്ടെങ്കിലേ ചെറുക്കനെയും കൊണ്ടേ പോവും. ഓൻ ഞങ്ങളെ കുറേ കറക്കി. എന്ത് കറക്കിന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇന്നോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചിക്കണു, അത് വിടി. നിങ്ങളെ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോണതേ നിങ്ങൾ പറഞ്ഞ 10 രൂപേൻ്റെ കേസിനല്ല. പിന്നെ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? സോഷ്യൽ മീഡിയയിലും മറ്റും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ പറ്റി. ഞാൻ അതൊന്നും കാണലില്ല. പിന്നെ എന്തിനാണോ താൻ നേരം വെളുത്തപ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഇതിലിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സിദ്ദീഖ്, മരിച്ച പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ നമ്പറിനെ പറ്റി അറിഞ്ഞത്. അതിൽ നിന്ന് വന്ന മെസ്സേജുകളും വീഡിയോ കോളുകളും നിങ്ങളെ മകനാണ് അയച്ചിട്ടുള്ളത്. ഏയ് ഇല്ല, ഓൻ അതൊന്നും ചിജൂല. ഓൻ അതൊന്നും അറിയില്ലേ. സിദ്ദിഖാക്ക ഇങ്ങോട്ടൊന്ന് വരി. ഞങ്ങളിതിൻ്റെ പിറകെ കൂടിയിട്ടേ കുറച്ച് ദിവസങ്ങളായി. നിങ്ങളെ മോനെ നിങ്ങൾ കരുതും പോലെ വെറും ഒരു 7ാം ക്ലാസ്സുകാരനല്ല. ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കട്ടായ സിം ഇവൻ ആക്റ്റീവ് ആക്കി. എന്നിട്ട് അവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിലെ പണം അപഹരിക്കുന്നത് പോലും തെറ്റായി കാണാത്ത നിങ്ങൾ അവൻ ആ സിം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതും നിങ്ങൾ അറിഞ്ഞില്ല. ഒരു ഫോണും ഒരു സിമ്മും ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാമെന്നവൻ പല വീഡിയോകളിലൂടെയും കണ്ട് മനസ്സിലാക്കി. പക്ഷേ അവൻ കണ്ടെത്തിയ വഴികളെല്ലാം തെറ്റായിരുന്നു. അതെ, ഫോണിലൂടെ പല വീഡിയോകളും കണ്ട് എങ്ങനെ തടി തപ്പാമെന്നുള്ളതും അവനറിയാം. വെറും ഒരു രസത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു കളി പിന്നീട് അവൻ പുതിയ ലെവലുകൾ നേടിയെടുക്കാൻ പണം നൽകി കളി തുടങ്ങി. അതിനുള്ള പണം കണ്ടെത്തിയത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരുന്നു. പണം തികയാതെ വന്നപ്പോൾ ലോൺ ആപ്പ് വഴി പണം എടുക്കാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ EMI അടയ്ക്കാനായി അവൻ ചെയ്തത് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും AI ടെക്നോളജി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്തും ബ്ലാക്ക്മെയിൽ ചെയ്തും പണം തട്ടി. അതിലെ അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടി. സിദ്ദിഖാക്ക, കുട്ടികൾക്ക് ഫോണൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊക്കെ നിയന്ത്രണം വേണ്ടേ? ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്തിനാണ് നിങ്ങളെ മോന് സ്വന്തമായൊരു ഫോൺ? അതെ, ഇവരെയൊക്കെ കളിക്കേണ്ട പ്രായത്തിൽ അതിനനുവദിക്കാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താൻ വേണ്ടി മൊബൈൽ ഫോൺ എന്ന മായാവലയത്തിലേക്ക് തള്ളിയിട്ട നിങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാർ. സിദ്ദീഖേ, ഓര് പറയണത് വളരെ ശരിയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പാടത്തും പറമ്പുകൂടെയൊക്കെ പോയി മാങ്ങക്കെറിഞ്ഞും മീൻ പൊടിച്ചും നടന്നതൊക്കെ എനിക്ക് ഓർമ്മല്ലേ? അതിന് ആദ്യം വേണ്ടതേ പെരിയില്ലോൽ ആദ്യം നന്നാവണം. കുട്ടികൾ നേരം വെളുത്ത് കടക്കുന്നത് വരെ പെരിയില്ലോൽ എല്ലാവരുടെ കയ്യിൽ ഇതല്ലേ കാണുന്നത്. പിന്നെ എങ്ങനെ നന്നാകാനാ? അതൊക്കെ നിൽക്കട്ടെ, ഞങ്ങളേതായാലും മോനെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ആ പിന്നെ നിങ്ങൾ ഓനെ ഇവിടെ നിന്ന് കൊണ്ടുപോകല്ലേ? ഇവിടെ നിയമവും കോടതിയൊന്നുമില്ലേ ഈ ചെറിയ കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട്? ഔ, ഇപ്പോഴെങ്കിലും എൻ്റെ നാക്കൊന്ന് പൊന്തിയാലോ. ഇവിടുത്തെ നിയമവും കോടതിയും തന്നെയാണ് ഞങ്ങളെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതെങ്ങനെ സാറേ? ഓൻ കുട്ടിയല്ലേ, ഈ പ്രായത്തിൽ ജയിലിലേക്ക് ഇട്ടാല്? അത് ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ജയിലിലേക്കല്ല, ജുവനൈൽ ഹോമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ ഒരിക്കലും ശിക്ഷിക്കൂല. കുട്ടികൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കി അവരെ പരിഷ്കരിച്ച് നല്ല പൗരന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുക. നിങ്ങളുടെ കുട്ടി കുറ്റം ചെയ്ത പ്രകാരം 3 വർഷം വരെ ഒരു സ്പെഷ്യൽ ഹോമിനാണ് അവനെ താമസിപ്പിക്കുക. അതിനിടയിൽ നിങ്ങൾക്കൊക്കെ വരാം, അവനെ കാണാൻ, സംസാരിക്കാം. എന്തായാലും ഇപ്പൊ ഞങ്ങൾ അവനെ കൊണ്ടുപോവുകയാണ്. വിജയ, ആ ചെറുക്കനെ തൂക്കിയെടുത്തിട്ട് പോരും. കൊണ്ടോലെന്ന് പറയമ്മ, ഞാൻ കാട്ടില്ല. ആരും തടയരുത്, മാറി നിൽക്കും.
അല്ലാതെ ബലം പ്രയോഗിച്ചാൽ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. പിന്നെ ഇതായിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ. മനസ്സിലായി? അല്ലാ നിന്റെ മുത്തിനെ കൊണ്ടുപോവില്ലടാ. സിദ്ദീഖേ, ഇജ്ജിങ്ങനെ കുത്തിരിക്കാതെ ആ സെമീനെ കരവന് കേട്ടില്ല. ഇജ്ജി ഓളെ പോയി ഒന്ന് സമാധാനിപ്പിച്ച്. ഓളിച്ചോട്ടെ, കണ്ണീര് കുറച്ച് പോയാല് മനസ്സൊക്കെ ഒരു സമാധാനം കിട്ടും. ഇജ്ജ് കണ്ടില്ലേ ഇഞ്ച കുട്ടിനെ, ഇഞ്ച കണ്ണു മുന്നിൽ കൂടി പോലെ. പണ്ട് ഇഞ്ച അപ്പ പറഞ്ഞു ആണുങ്ങൾ കരയാൻ പാടില്ല, കരഞ്ഞാല് തോറ്റു. നമ്മൾ എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. എല്ലാം ഈ സാധനം വെച്ചുവെക്കുക. നമ്മളെ മോനിന് ഈ അവസ്ഥ വന്നേല് നമ്മള് മാത്രാണ് കാരണക്കാര്. എന്നാ ഇത് ഇഞ്ഞിച്ച് കുടിച്ചോ. ഈ നാസം പൊടിച്ച സാധനം പാക്കഞ്ഞി വേണ്ട. അല്ലെങ്കിലും നിങ്ങളെ ബാപ്പാക്ക് ഇതിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. കുറേ വലിയ വർത്താനം പറഞ്ഞ് നടക്കണം എന്നല്ലാണ്ട്. ബാപ്പ, നമ്മളെ മോനിനെ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മളെന്നെ എല്ലാ സമയത്തും ഫോണിനെ കളിച്ചുമ്പോ ഓൻ പിന്നെ എന്താ ചെയ്യ? എല്ലാം നമ്മളെ തെറ്റാണ്, നമ്മളെ തെറ്റ്. പോയേ, ഞങ്ങളെ മോനുവിനെ കൊണ്ടുപോയേ. എല്ലാരും മോനൂനെയും കൊണ്ടുപോകും. നിങ്ങളെ മോനൂനെയും കൊണ്ടുപോകും. പോയേ, ഓനെ കൊണ്ടുപോയേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടു തീർന്നത് വെറും ഒരു നാടകമല്ല. ഇത് ഒരു മുന്നറിയിപ്പാണ്, ഒരു അപായ സൈറനാണ്. ഇവിടെ മോനുവിന്റെ കഥ അവസാനിച്ചു. പക്ഷേ പുറത്ത് നിങ്ങളുടെ വീട്ടിൽ മായാവലയം ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും ഉറക്കമില്ലാതെ ഇരതേടി. അതുകൊണ്ട് 3 കാര്യം മനസ്സിൽ വെക്കണം. 1, നിങ്ങളുടെ മകന്റെ ഫോൺ പരിശോധിക്കാൻ നാണിക്കരുത്. കാരണം നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി നാണം കെടുന്നതിനേക്കാൾ ഭേദമാണിത്. സംശയമല്ല, സ്നേഹത്തോടെ ചോദിക്കുക, മോനെ എന്താ പുതിയ വിശേഷമെന്ന്. 2, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന ധൈര്യം നല്ലതാണ്. പക്ഷേ എന്റെ മോനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബാങ്ക് OTP, ആധാർ, സിം കാർഡ് ഇതൊന്നും കുട്ടിക്കളിയല്ല. 3, ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ തള്ളി പറയരുത്. കാരണം വീണവനെ ചവിട്ടിയാൽ അവൻ എഴുന്നേൽക്കില്ല. കൈപിടിച്ച് ഉയർത്തിയാൽ അവൻ നിങ്ങളെക്കാൾ ഉയരത്തിൽ വളരും. ഓർക്കുക, നിങ്ങളുടെ വീട്ടിലും ഒരു മോന് ഉണ്ടാകും. അവൻ വീഴും മുൻപ് പിടിക്കാൻ നിങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് അവസാനമായി ഒരപേക്ഷ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കളോട് ഒരു കാര്യം പറയണം. എന്ത് പറ്റിയാലും നീ ആദ്യം എന്നോട് വന്ന് പറയണം. ഞാൻ നിന്നെ ശകാരിക്കില്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഈ ഒരു വാക്ക്, ഈ ഒരു ഉറപ്പ് 1000 മായാവലയങ്ങൾ പൊട്ടിക്കും. സൈബർ കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ 1930 എന്ന നമ്പറിൽ വിളിക്കുക. മറക്കരുത്, ഒളിച്ചു വെക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നാടകം, മായാവലയം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജാഗ്രത ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി. സുരക്ഷിതമായി വീടെത്തുക. ശുഭരാത്രി.